ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് മുത്തപ്പൻകാവ് പോവാട്ടോ, കണ്ണൂർ. പെട്ടെന്നെടുത്ത തീരുമാനമാണ് കേട്ടോ മുത്തപ്പൻകാവിൽ പോകാമെന്ന്. ഞാൻ പോയിട്ടില്ല കേട്ടോ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ മുത്തപ്പൻകാവ് പോകുന്നത്. ഇതുവരെ പോയിട്ടില്ല. കുറേ കാലമായിട്ട് ഇങ്ങനെ മുത്തപ്പൻകാവിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. കൂടുതലും നമ്മൾ യൂട്യൂബിലൊക്കെ കാണുമല്ലോ, വെള്ളാട്ട് അങ്ങനെ അതൊക്കെ കാണുമ്പോൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒന്ന് പോകണമെന്ന്. അങ്ങനെ ഇന്ന് ലാസ്റ്റ് ഇപ്പം നമ്മളത് അവിടേക്ക് പോവാണ് കേട്ടോ. ഇന്ന് രാവിലെയാണ് നമ്മൾ തീരുമാനിച്ചത്. എങ്കിൽ ഏട്ടൻ പറഞ്ഞ് നമുക്ക് മുത്തപ്പൻകാവിൽ പോകാമെന്ന് പറഞ്ഞു. ഇന്ന് ഗുഡ് ഫ്രൈഡേ ആണല്ലോ, അപ്പോൾ ലീവാണേ. അപ്പം എങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ രാവിലെ വണ്ടി എടുത്തിറങ്ങിയേ പോവാണേ. അപ്പം പോണ വഴിക്ക് ഫുള്ള് നമ്മൾ മൂവി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ലേ, ഒരു കഥ സൊല്ലട്ടു മാസാർ, പിന്നെ മല്ലു എക്സ്പ്ലെയിനർ, അങ്ങനെ ട്വിസ്റ്റ് മലയാളീസ്, അങ്ങനെ കുറച്ച് ചാനലുണ്ടല്ലോ, അതിൽ ഇങ്ങനെ അത് ഇറങ്ങുന്നത് ഞാൻ എല്ലാം കേൾക്കും കേട്ടോ അവരുടെ. അങ്ങനെ അത് കേട്ടോണ്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ഞാൻ ഇങ്ങനെ വീട്ടിൽ വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ കേട്ട് ഞാൻ അങ്ങനെ കേൾക്കുന്നത് കണ്ടിട്ട് ഇവിടെ ഏട്ടനാണേലും അത് അങ്ങനെ കേൾക്കാതെ തുടങ്ങി കേട്ടോ. ഞാൻ ഇതിൽ ഇങ്ങനെ കണ്ടിട്ടെന്നല്ല, ഇങ്ങനെ കാണുന്ന പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്ന ഒരു കഥ പറയുമ്പോൾ. ഇതുപോലെ വേറെ ചാനലുണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ അങ്ങനെ ഇതുപോലെ ഇവരെ പോലെ ഇങ്ങനെ കഥ പറയുന്ന നല്ല ചാനലുണ്ടെങ്കിൽ പറയണം കേട്ടോ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞങ്ങളങ്ങനെ പോയി. രാവിലെ നമ്മൾ പിന്നെ പോയ വഴിക്കാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. പിന്നെ നമ്മളങ്ങനെ മുത്തപ്പൻകാവിൽ എത്തി കേട്ടോ. അപ്പോൾ അവിടെ നിറച്ച് നല്ല ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഞാൻ ഗുരുവായൂർ പോയിട്ടുണ്ടല്ലോ, അപ്പോൾ ഗുരുവായൂരൊക്കെ ഉള്ള പോലെ തന്നെ അത്ര ഷോപ്പുകളുണ്ട്. അങ്ങനെ നമ്മൾ ശ്രീ മുത്തപ്പൻ്റെ മടപ്പുരയിൽ എത്തിയിട്ടോ. ഇങ്ങനെ അകത്ത് കയറി പിന്നെ തൊഴുതു. ആദ്യം നമ്മൾ അവിടെ ഫ്രണ്ടിൽ ചെന്നിട്ട് അവിടെ ഒരു പുഴയുണ്ട്. പുഴേൻ്റെ പേരൊന്നും എനിക്കറിയില്ലേ. അവിടെ പുഴയിൽ കൈയും കാലൊക്കെ കഴുകി നമ്മളകത്ത് കയറി തൊഴുതു. തിരക്കുണ്ട്, എന്നാലും നമുക്ക് തൊഴാൻ പറ്റും കേട്ടോ. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഒരുപാട് പ്രാവശ്യം നമ്മളങ്ങനെ എപ്പോഴും പോകുന്നില്ല എന്നല്ല, ഞാൻ ആദ്യമായിട്ടാണ് പോണത്. ഇനി എപ്പോഴാണ് പോകാമെന്നും അറിയില്ല. ഞാൻ ഒരുപാട് പ്രാവശ്യം തൊഴുതു. കുറേ നേരം അതിൻ്റെ അകത്ത് അവിടെ ഇരിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഇരുന്നു കുറേ എന്തോ ചടങ്ങൊക്കെ അകത്തുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ ഇരുന്ന് കണ്ടു. ഒരുപാട് നേരം ഇരുന്നു കേട്ടോ. ഏട്ടാ ഇനി പോകാം, ഇനി ഞങ്ങൾക്ക് തിരിച്ച് പോകണമല്ലോ, അത്രയും ദൂരം തന്നെ പോകണ്ടേ, അപ്പോൾ പോകണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇനി കുറച്ച് നേരം ഇങ്ങനെ ഞാൻ പറഞ്ഞു എപ്പോഴും വരുന്നില്ലല്ലോ നമ്മൾ, കുറച്ച് നേരം ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. എനിക്കിങ്ങനെ ചില അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കുറച്ച് നേരം അവിടെ അകത്ത് അങ്ങനെ ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്നു. പിന്നെ അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അതിനൊന്നും കയറിയില്ലേ. അവിടെ ഫുഡ് ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ മറ്റേ കടല പുഴുങ്ങിയത് അതൊക്കെ ഉണ്ടല്ലോ വഴിപാട്, അതൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ബോട്ടിങ് അവിടെ കുറച്ച് നേരം കണ്ടു. അല്ലാണ്ട് നമ്മൾ ബോട്ടിങ്ങിന് പോയൊന്നുമില്ല കേട്ടോ. കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടു എന്നല്ലാണ്ട് കണ്ടിട്ട് ഞാൻ വീഡിയോ എടുത്തു. ചെറിയ തുകയും കണ്ടേ ഉള്ളൂ, 20 രൂപയോ അങ്ങനെയും കണ്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു ബോട്ടിങ്ങിന്. നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ബോട്ടിങ്ങിനൊക്കെ പോവാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബോട്ടിങ്ങിന് പോകാൻ. പിന്നെ പക്ഷേ കുറച്ച് വെള്ളം ഇത്തിരി പേടിയാണ്, എന്നാലും ബോട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ നല്ല ഒരു രസമുണ്ട്. മോന് ഭയങ്കര ഇഷ്ടമാണ്. വെള്ളം എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. വെള്ളത്തിൽ അങ്ങനെ പേടിയില്ല വെള്ളത്തിനോട്. അപ്പോൾ നമ്മൾ പോരാറായിട്ടോ, തിരിച്ച് പോരാമെന്ന്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്ക് പോകാം തിരിച്ച്. അപ്പോൾ അവിടെ എത്തണമല്ലോ, ഇനിയിപ്പം മോനൊക്കെ ആയിട്ട് നമുക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒന്നും വരണമെന്ന്. അമ്മയൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മളാരും ഇപ്പം ഞാൻ തന്നെ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് അമ്മയും എല്ലാവരും ആയിട്ട് അച്ഛനൊക്കെ ആയിട്ട് വരാമല്ലോ എന്ന് ഓർത്തു. ഞാൻ ഇറങ്ങാൻ നേരത്തെ ഒന്നും കൂടി കയറി മുത്തപ്പനെ കണ്ട് തൊഴുതേ. ഇനി എല്ലാവരും കൂടി ആയിട്ട് വരാം എന്നുള്ള ഇനി വരുത്തണമല്ലോ ഒന്നും കൂടി. ഇപ്പോൾ ഒരുപാട് കാലം കൂടി ഞാൻ ആഗ്രഹിച്ച് ഇപ്പോഴാണ് നടന്നത്. അപ്പോൾ അതുപോലെ ഇനി വരാമല്ലോ എന്ന് വിചാരിച്ച് പോവുകയാണ് കേട്ടോ. ഈ അച്ഛൻ്റെ കയ്യിൽ നിന്നാണ് കേട്ടോ ഞാൻ ബുക്കൊക്കെ വാങ്ങിയത്. മുത്തപ്പൻ്റെ ചരിത്രം എന്നുള്ള അങ്ങനെ ബുക്കൊക്കെ ഉണ്ട്. എനിക്കങ്ങനെ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല കേട്ടോ മുത്തപ്പനെക്കുറിച്ച്. നമ്മൾ യൂട്യൂബിൽ ഞാനങ്ങനെ കണ്ടിട്ടുള്ള അല്ലാണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് നായ്ക്കളുണ്ട്. അതെനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരു അത്ഭുതമായിട്ട് തോന്നി. നമ്മൾ അമ്പലങ്ങളിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ലല്ലോ, പക്ഷേ ഇവിടെ ഒരുപാട് നായ്ക്കളുണ്ട്. ഇനിയും ഇവിടെ വന്നേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുത്തപ്പനോട് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇറങ്ങാം കേട്ടോ.